ഡബ്ല്യൂ ഡാൻസ് ആണ് ചെയ്തത്. ഡബ്ല്യൂ ഡാൻസ് ആണ്. കിടിലം പോലെ കളിച്ചിട്ട് വെറുതെ എല്ലാം സ്പാം അവിടെ ചേർ അവിടെ കിടിലം പോലെ കളിച്ചിട്ട് നോക്കുക. ഡബ്ല്യൂ സ്പാം കിടിലം പോലെ കളിച്ചിട്ട് നോക്കുക. കാര്യം പറയാം. നമുക്ക് മറ്റേ റിവ്യൂ അറിയുന്ന ചങ്ങായില്ല അലിഞ്ച ഇങ്ങനെ കേറുവാണ് കേട്ടോ. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന നടന്റെ അത്യുഗ്ര പ്രകടനം. എന്താണ് റിവ്യൂ? നമുക്ക് മറ്റേ റിവ്യൂ അറിയുന്ന ചങ്ങായില്ല അലിൻ ജോസ് പെരേര ചങ്ങായി ലൈവിൽ വരുന്നുണ്ട് എന്ന് വരും. അത് പൊളിച്ച് ഓക്കെ പറഞ്ഞതാ. ഞാൻ ചോദിച്ചതാ. ഇപ്പൊ എന്തോ സീനായിട്ടല്ലേ ചങ്ങായിന്റെ അത് പറഞ്ഞ ചേച്ചി അലിൻ ജോസ് പെരേര അച്ഛാ കളിയാക്കാൻ നമ്മൾ ഇവിടെ വരാൻ പോകുന്ന ഒരു ഗസ്റ്റാ. അപ്പൊ നിങ്ങൾ ഇങ്ങനെ കളിയാക്കി അങ്ങനെ ശരിയാവാ? ചങ്ങായി എന്തായാലും പറഞ്ഞാലും കിള്ള പോലെ റിവ്യൂ എല്ലാം പറഞ്ഞ അടിപൊളിയായിട്ട് വൈറലായി വന്നതില്ല. ഒരു മൂഞ്ചി പോയി. അതാണ് സീനായത്. ആരോ പണിയെടുത്ത് അത് സംഭവം ആരോ പണിയെടുത്തടാ. അത് അത്യാവശ്യം കുറച്ചൊരാള് റീച്ച് ആവുമ്പോ അങ്ങനെയാണ്. എന്തെങ്കിലും പണി വരും. നിനക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ടോ? നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ? നിന്നെ 4 പേര് അറിയുമ്പോൾ മാറി അവിടെ തൊരിഞ്ഞ ഒരു മോദം വെച്ചോടാ. നിന്റെ മോത്ത് ആരും നോക്കൂടാ. എന്ത് കാര്യങ്ങൾ നോക്കൂ? ഇങ്ങനെ കിടന്ന് നാശിച്ച മാറി. നീ ഷണ്ടനാണ്. ഷണ്ടൻ പരമച്ചട്ട ഷണ്ടൻ. വൃത്തികെട്ട വാക്ക് ഉപയോഗിക്കുന്ന നീ ആടാ. നീ എന്തിനാടാ ജീവിക്കുന്നത്? പോയി മരിക്കടാ. സമൂഹത്തിൽ നിന്നെ അറിയപ്പെടുന്നു. ഡൊനേറ്റഡ് 44 രൂപ ത്രൂ ഗൂഗിൾ പേ. നാദ ചേച്ചി തത് ലൈവായിട്ട് പറ ഒരു ഡയലോഗ് ഫാൻസിന് വേണ്ടി. എന്ത് ഡയലോഗ്? എനിക്ക് പെട്ടെന്നൊന്നും കിട്ടുന്നില്ല കണ്ണന്മാരെ. വീഡിയോ പ്ലേ ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? കുഴപ്പമില്ലല്ലോ. എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്നു? ഏറ്റവും വൈറലായ വീഡിയോ പെട്ടുപോയ നിന്നെ ഞാൻ തൂക്കും. ഞാൻ തൂറിയെ സംസ്കാരമില്ലാത്ത കുടുംബം. നിന്റെ തന്തയുടെ കുടുംബമാണ് സംസ്കാരമില്ലാത്ത. പ്രേമലു സിനിമക്കാരെടുത്ത് യൂസ് ചെയ്തിട്ട് ചേച്ചിയുടെ കയ്യിൽ ഒന്നും, അതായത് ഒരു പേറ്റന്റ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. ഇത് നാഗ എന്ന് പറയുന്ന ആളുടെ സാധനമാണ്. അതിനെ കുറിച്ച് ചേച്ചി എന്നോട് വരുന്ന വഴിക്ക് സംസാരിച്ചായിരുന്നു. വളരെ വേദനയോടുകൂടി സംസാരിച്ചു. കാര്യം എന്ന് പറഞ്ഞാൽ അവർക്കൊരു സഹതാപത്തിന്റെ പുറത്ത് നാഗചേച്ചിക്ക് ഇതിരിക്കട്ടെ എന്ന് പറയുന്ന ആ ഒരു സംഭവം അവർക്ക് വേണ്ട. അർഹമായത് എന്തെങ്കിലും അവർക്ക് കൊടുക്കാമായിരുന്നു. ഒരു ന്യായമായിരുന്നു. ഒരു കലാകാരി ചേച്ചിന്റെ ഡയലോഗ് യൂസ് ചെയ്തതിന് സിനിമക്കാരൊന്നും തന്നില്ല. ഇല്ല അത് ചെറ്റത്തരം. അത് കാര്യം പറയല. അത് ഭയങ്കര വളരെ മോശമായി. ഞാൻ കാര്യം പറയല. അത് ഭയങ്കര മോശം. അത് ഇങ്ങനെ ഒരു കലാകാരി ഇത്രയ്ക്കും ഒരു ദൂരദേശത്ത് ഇരിക്കുന്നു, എറണാകുളം മെട്രോപോളിറ്റൻ സിറ്റിയിൽ അല്ലാതെ ഒരു ഗ്രാമത്തിൽ താമസിക്കുന്നു എന്ന് പറഞ്ഞാൽ വീഡിയോ കാര്യങ്ങളിലായിട്ട് ഞാൻ ഒരു വീഡിയോ കണ്ടിരുന്നു. ഒരാൾ ചെയ്ത വീഡിയോ. അപ്പൊ അങ്ങനെയാണെന്ന് കരുതിയിട്ടായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെ അവര് ആരും ചോദിക്കാനും പറയാനില്ലല്ലോ. അപ്പൊ എന്തും ആകാമല്ലോ. എന്തായാലും ആ കാണിച്ചത് മോശമായി പോയി. പടം നല്ലതാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പടത്തിന്റെ രീതിയും കാര്യങ്ങളും ഒക്കെ സക്സസ്ഫുൾ ആണ് സംഭവം. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യണമായിരുന്നു. ആസ് എ കലാകാരി, അല്ലെങ്കിൽ അവരുടെ സാധനം നിങ്ങൾ എടുക്കണമെന്ന് ഇഷ്ടപ്പെട്ടിട്ടാണോ അതിൽ എടുത്തേക്കണം? ചേച്ചി സംസാരിക്കൂ. ഞാൻ സംസാരിച്ചല്ലോ മുത്തേ. നിങ്ങൾ രണ്ടുപേരും അപ്പുറം അതിനെ പറ്റി പറയുന്നുണ്ട്. ചേച്ചിയുടെ സംഭവം. പക്ഷെ അവർക്ക് അവരുടേതായിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ചെയ്യണമായിരുന്നു. ആസ് എ കലാകാരി, അല്ലെങ്കിൽ അവരുടെ സാധനം നിങ്ങൾ എടുക്കണമെന്ന് ഇഷ്ടപ്പെട്ടിട്ടാണോ അതിൽ എടുത്തേക്കണം? ചേച്ചി സംസാരിക്കൂ. ഞാൻ സംസാരിച്ചല്ലോ മുത്തേ. നിങ്ങൾ രണ്ടുപേരും അപ്പുറം അതിനെ പറ്റി പറയുന്നുണ്ട്. അല്ല, നിങ്ങൾ പറയുന്ന അല്ല, കുഴപ്പമില്ലെന്നല്ല, കുഴപ്പമുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. അതായത് എനിക്കിത് ഒരു സഹതാപത്തിന്റെ പുറത്ത്, ഒരു അലിവിന്റെ പുറത്ത് എനിക്ക് ഒന്നും തരണ്ട. എനിക്കതൊന്നും ഇഷ്ടമല്ല. നല്ല ഈഗോ ഉള്ള ഒരാളാണ്. പക്ഷെ എന്റെ അത് ഡയലോഗ് എടുത്തപ്പോഴേ ബിജു ആൻഡ് ഡൊനേറ്റഡ് 10 രൂപ ത്രൂ ഗൂഗിൾ പേ. അച്ഛൻ ബ്രോ അമാസ്. അത് ഇപ്പൊ ചേച്ചി പറഞ്ഞ കാര്യമുണ്ട്. അവര് ജസ്റ്റ് ഒന്ന് ചോദിക്കെങ്കിലും ചെയ്യായിരുന്നു. ആ സിനിമയിൽ അങ്ങനെ ഒരു ഡയലോഗ് എടുക്കുന്ന ഒന്ന് ചോദിക്കുക, എടുക്കട്ടെ.
അല്ല എടുക്കട്ടെ ഒന്ന് പറയുക, എന്തെങ്കിലും കൊടുക്കുക. അടൂരിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്രയിൽ ഏറ്റവും കൂടുതൽ ചേച്ചി വളരെ ഫീൽ ചെയ്ത് പറഞ്ഞ ഒറ്റൊരു കാര്യം അത് മാത്രം. അതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ഈ സമയത്ത് ഇത് പറയേണ്ടി വന്നത്. അല്ലെങ്കിൽ ഒന്ന് മിണ്ടിയെങ്കിലും ചെയ്യായിരുന്നു. ഒന്നും തന്നില്ലല്ലോ, ഒന്ന് മിണ്ടിയെങ്കിലും ആലൻ ടൈറ്റസ് ഡൊനേറ്റഡ് 5 രൂപ through Google Pay. ചേച്ചിയുടെ മോട്ടിവേഷൻ ഡയലോഗ് തൊപ്പി പറ. നിനക്ക് എന്തെങ്കിലും കഴിവുണ്ടടാ, നിനക്ക് കലാപരമായിട്ട് എന്തെങ്കിലും കഴിവുണ്ടടാ പുണ്ടച്ചി മോനെ. ചാവടാ നീ, ചാവടാ. ഓ ഒറ്റ വേർഡ് ഉണ്ട് അതിനിടക്ക്, ചാവടാ. നീ എന്തിനാണ് ജീവിക്കുന്നത്? പോയി സത്യമായിട്ട് എനിക്ക് ചിരി വരും. സ്വന്തം മോട്ടിവേഷൻ ഡയലോഗ് ആരാധകര് പറഞ്ഞ കേൾക്കുമ്പോഴത്തേക്ക് ചിരി വരുന്ന ഒരാളെ കണ്ടോ? അല്ല എന്തായാലും പറഞ്ഞത് നമ്മൾ അത്രയും ചിരിപ്പിച്ചിട്ടും ചേച്ചിയുടെ അവസ്ഥ കുറച്ച് മോശമാണ്. ഞാനെ കുറിച്ച് അറിഞ്ഞ ഒരാൾ വീഡിയോ ഇട്ട് കണ്ട് ചേച്ചിന്റെ അവസ്ഥ കുറച്ച് മോശം. അതുകൊണ്ട് ഞാൻ എന്റെ ഒരു സന്തോഷത്തിന് ചേച്ചിക്ക് ഒരു പൈസ ഞാൻ എന്റെ ഒരു ഇതിന് തരും. എന്റെ ഒരു സന്തോഷമായിട്ട് തരാം. അങ്ങനെ ഇതാക്കിയിട്ട് തരുന്നല്ല, സാധാ അങ്ങനത്തെ സംഭവമൊന്നുമല്ല. ചേച്ചിന്റെ അവസ്ഥ എനിക്ക് അറിയാം. അപ്പൊ എനിക്കൊരു ഇത് തരണം, എന്തെങ്കിലും സന്തോഷത്തിന് എന്തെങ്കിലും തരണം എന്ന് തോന്നി. ഞാൻ അമൗണ്ട് എന്തായാലും കൊടുക്കാൻ മതി. ഓക്കെ, അങ്ങനെ പറ്റുമോ? അങ്ങനെ പറ്റുമെന്ന് നല്ല കാര്യം ചെയ്യാം. ഡൊനേറ്റഡ് 10 രൂപ through Google Pay. അച്ഛൻ കല്യാണം എപ്പോഴാ? ഈ മോൻ തരും, പക്ഷെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് അയക്കും. അതാണ് ഓക്കെ അല്ലേ? ഇതാ ചേച്ചി അയ്യോ, എന്റെ ഒരു സന്തോഷം. അങ്ങനെയല്ല, ഞാൻ അത്രയും കാലം ചേച്ചിയുടെ സ്ക്രീനിൽ കാണുന്നത്. എനിക്ക് ഇതുവരെ എന്താ പറയാ, ചേച്ചിനെ നേരിട്ട് കണ്ടിട്ട് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചില്ല. പക്ഷെ എന്റെ മൈൻഡിൽ എന്റെ ഒരു സമാധാനത്തിന് വേണ്ടി ഞാൻ തരുന്നത്. ഓക്കെ, വേറെ ഒന്നും വിചാരിക്കണ്ട, അങ്ങനെ പൈസ തന്നിതാക്ക അങ്ങനത്തെ ചിന്തിക്കണ്ട. എന്റെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാൻ തരുന്നത്. സന്തോഷമായിരിക്കും ചേച്ചി, സന്തോഷമായിരിക്കും. ഓക്കെ, 25K ആകാശ് തോമസ് ഡൊനേറ്റഡ് 44 രൂപ through Google Pay. W Thoppy.